ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റമദാനിലെ എൻ്റെ ഒരു ദിവസമാണ് കാണിക്കാൻ പോകുന്നത്. എ ഡേ ഇൻ മൈ ലൈഫ് ഇൻ റമദാൻ. അപ്പോൾ രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളാണുള്ളത്. നമ്മൾ അത്താഴമൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റ് ഇന്ന് കുറേ ലേറ്റായിട്ടാട്ടോ എണീച്ച്. രാവിലെ തന്നെ നല്ലോണം കാറ് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞീന് കേട്ടോ. അപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്ത് നല്ല സുഖം ഉണ്ടായിന് ആ ഒരു ഉറക്കിന്. സാധാരണ ഞാൻ നോമ്പിനൊന്നും എന്താ പറയുക 10 മണിയൊന്നും വരെ ഒന്നും ഉറങ്ങിലൊന്നുമില്ല. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കലുണ്ട്. പക്ഷെ ഇന്ന് ഏതായാലും നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ വെളുത്തൊന്നും അറിഞ്ഞിട്ട് തന്നെ അല്ല കേട്ടോ. അപ്പം പിന്നെ പെട്ടെന്ന് ഞെട്ടിണീച്ചപ്പോഴാണ് 10 മണി ആയിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ വേഗം ഡോറൊക്കെ തുറന്ന് സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് അപ്പോൾ നോക്കുമ്പോണ്ട് മുറ്റമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നനഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് അതിലൊക്കെ ഒന്ന് നടന്ന് അതിന് ശേഷം പിന്നെ നമ്മളെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് രാവിലെ തന്നെ വന്നാൽ ഒന്ന് കുറച്ചൊന്ന് ഇരിക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു ആളാണ്. ഇപ്പം നോമ്പല്ലെങ്കിൽ പോലും കുറച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ രാവിലത്തെ റിലാക്സേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീനിങ്ങിലേക്ക് നടന്ന് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വെക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ റമദാനിലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം കുറേ ആൾക്കാരൊക്കെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. സാധാരണ ഞങ്ങൾക്ക് മൂഡൊന്നും തോന്നിയില്ല എടുക്കണമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നതിനും. വീഡിയോ എടുക്കാൻ സ്റ്റാർട്ടിങ് കുറച്ചൊരു പ്രശ്നമാണ്. ഇനി എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും എടുത്തേക്കാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ എണീറ്റ പാടെ തന്നെ രാവിലെ തന്നെ വേഗം സാധാരണ ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ കഴിഞ്ഞ് 9 മണിക്കാട്ടോ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഇന്നിപ്പോൾ റമദാനെ കൊണ്ട് ഫുഡും കാര്യമൊക്കെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ റൂമുകളൊക്കെ ഒന്ന് അടിച്ചു വാരലും അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ മുറ്റടിക്കൽ. എന്താ അറിയില്ല, എനിക്കത് അങ്ങനെ ശരിയാവുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം റൂമൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് മടക്കി തട്ടിക്കൊട്ടി വെച്ചു. പിന്നെ ഡൈനിങ് ഹാളിൽ സോഫൊക്കെ അതൊന്ന് വിരിച്ച് വെക്കുകയാണ്. പിന്നെ അങ്ങനെയായിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറയുക റൂമും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി പിന്നെ ഞാൻ മുറ്റടിക്കാൻ പോയി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വീണ്ടും ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു ജസ്റ്റ് ഫോണൊക്കെ ഒന്ന് നോക്കും. ഇപ്പം സമയം കുറേ ലേറ്റ് ആയിട്ടോ, 11 മണി എങ്ങാനും ആയിട്ടുണ്ട്. പിന്നെ അതിന് വേഗം എണീറ്റ് ഞാൻ പോയി അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അങ്ങനെ അതവിടുന്ന് റെഡി ആകുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഒന്ന് തുടച്ച് വരാമെന്ന്. അപ്പം റൂമും സിറ്റ് ഔട്ടും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ അത് ഞാൻ റൂമും ബാക്കിയുള്ളതൊന്നും തുടയ്ക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് ഞാൻ തുടയ്ക്കൽ. കാരണം വലിയ പൊടിയും കാര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ വേഗം തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആവാണ്ടേനും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അലക്കലും തോരിടലൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം പോയി കുളിച്ച് ഫ്രഷായി അങ്ങനെ ഓൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ റൂമിലെത്തി. അപ്പോൾ അതാ മോളിവിടെ ബുക്ക് ഉണ്ടായിന്. അതിലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കളറിങ് ചെയ്യും. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കളർ ചെയ്യാനൊക്കെ കൊടുക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ നഴ്സറിയിലൊന്നും പോലും സ്റ്റാർട്ട് ചെയ്തില്ല. ഇൻഷാ അല്ലാഹ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആകുമ്പോഴൊക്കെ ചെറിയ കളറിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മെല്ലെ ഒന്ന് ഉറങ്ങാൻ പോയി. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എത്തിട്ടോ. അപ്പോൾ നമ്മൾ ലോഹർ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഓതിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഉറങ്ങും കേട്ടോ. അത് നോമ്പായാലും ഉറക്കുണ്ട്, നോമ്പല്ലെങ്കിലും ഉറക്കുണ്ട് കേട്ടോ. കുറച്ച് ടൈമേ ഉറങ്ങുള്ളൂ. അപ്പോൾ നോമ്പായത് കുറച്ച് ക്ഷീണം തോന്നുകയാണെങ്കിൽ എന്താ പറയുക കുറച്ച് അധികം ഒന്ന് ഉറങ്ങും. അതായത് ഇപ്പോൾ നമ്മൾ ഫുഡൊന്നും ഇല്ലല്ലോ ഉച്ചയ്ക്ക്. അപ്പോൾ ഒരു 1:30 തൊട്ടിട്ട് ഒരു ഉറക്കുണ്ട്, ഒരു 3:30 വരെ നോമ്പിന്. അല്ലാത്ത ദിവസം പിന്നെ ഒരു 2:30 ആ ടൈമിലാട്ടോ ഉറങ്ങൽ. അപ്പോൾ ഇന്ന് കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ അവർക്ക് കഴിഞ്ഞ് വന്നിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കുന്നത് ഇന്ന് പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. പുട്ടും ബീഫാണ് കോംബോ. പക്ഷേ ഇവിടെ പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ഞാൻ നോമ്പ് തറയുന്നില്ല എന്നല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പം അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയാണ് കലാപരിപാടിയിലേക്ക് കയറുന്നത്. ഞാൻ ഇതാ കുറച്ച് പഴം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നല്ല പഴുത്ത പഴം. അപ്പം ഞാൻ വിചാരിച്ചത് വെച്ചിട്ട് ഉന്നക്കായ ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഫുള്ള് ഫ്ലോപ്പായിപ്പോയി. ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല. അപ്പം ഞാൻ കട്ട് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ച്
അതാകുമ്പോഴേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചിരണ്ടി വെച്ച്. അപ്പോൾ പഴം അവിടെ ചൂട് പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കുറച്ച് ഓയിൽ വെച്ച്. ഞാൻ നെയ്യ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കാണുന്നില്ല ഇവിടെ വെച്ചെന്ന്. പിന്നെ ഞാൻ ക്ലീൻ ചെയ്തതിൽ ഇനി പോയോ എന്നറിയില്ല. ഏതായാലും ഞാൻ ഇവിടെ ഓയിലാണ്, കോക്കനട്ട് ഓയിലില്ല, അതാട്ടോ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ നമ്മൾ ചിരകി വെച്ച തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് അണ്ടിയും മുന്തിരിയും അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. എന്നിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സാധാരണ ഉന്നക്കായ ഉണ്ടാക്കുന്നത് ഫില്ലിങ്സൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവരൊന്നും ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉന്നക്കായ ഉണ്ടാക്കാൻ വിചാരിച്ച ഞാൻ മൊത്തത്തിൽ കൊളായിട്ടോ, കോമഡി അതൊന്നുമല്ല. അപ്പോൾ ഞാൻ പഴം എന്താ പറയുക വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഞാനത് ഉടയ്ക്കുകയാണ്. ഒടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആ കറുപ്പ് സാധനം ഒഴിവാക്കേണ്ടിന് കേട്ടോ, പക്ഷെ ഞാൻ ഒഴിവാക്കാൻ വിട്ടുപോയി. അതിനുശേഷം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉന്നക്കായ ഉണ്ടാക്കണം വിചാരിച്ചതേനും, പക്ഷേ അതെന്തോ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുക. എന്തോ പഴത്തിൻ്റെ പ്രശ്നമാണോ അറിയില്ല, പഴം കുക്ക് ചെയ്ത വേവ് കൂടിപ്പോയോ എന്നൊരു സംശയം. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ. അപ്പം എന്താ പറയുക, അപ്പം ഞാൻ വിചാരിച്ചേനി അത് കളയാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ആക്കി കഴിക്കണമല്ലോ. അപ്പോൾ തേങ്ങയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബോൾ ഷേപ്പിലാക്കിയിട്ട് തേങ്ങ അതിൻ്റെ മുകളിൽ, സാധാരണ ഉന്നക്കായ ഉള്ളിലാണ് നിറയ്ക്കുക, ഞാൻ പുറത്ത് തേങ്ങ ഇട്ട് നിറച്ചു. അതിനുശേഷം അതൊരു ബോൾ ഷേപ്പിലായി വന്നല്ലോ. അതിനുശേഷം ഞാനിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ എന്താ പറയുക, ഇതാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. സാധാരണ ഉന്നക്കായ തിന്നുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഷേപ്പ് ഇങ്ങനെ ആയി പോയിന്നേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, അതവിടെ ഫ്രൈ ചെയ്ത് വെച്ച് നമുക്ക് കുറച്ച് പുട്ടുണ്ടാക്കണം. അപ്പോൾ ഇന്ന് പുട്ടും ഉണ്ട്, പിന്നെ കുറച്ച് പത്തിരിയും ചുട്ടിട്ടുണ്ട് കേട്ടോ. ഉമ്മക്ക് എന്തായാലും പുട്ട് വേണ്ട പറഞ്ഞ് പത്തിരി കുറച്ച് വേണം പറഞ്ഞപ്പോൾ ഉമ്മ കുറച്ച് പത്തിരിയും ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പുട്ടുപൊടി എടുക്കുന്ന അജ്മി പുട്ടുപൊടി കേട്ടോ, ഭയങ്കര രസമാണ് കഴിക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ അത് തന്നെയാണ് മേടിക്കാറ്. അപ്പം പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കൊഴിച്ചെടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ, വേഗം ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നുണ്ട്. അപ്പോൾ നല്ലോണം വെള്ളം ഒഴിക്കണം. അതിന് ശേഷം ഞാൻ പുട്ടും കുറ്റി എടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ അത് ആ പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കണം. എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ബാങ്ക് എടുക്കാനായിട്ടുണ്ടായിന്, പിന്നെ ആകെ ജഗബോഗായി. അപ്പോൾ നമ്മൾ പുട്ട് റെഡിയായി, പിന്നെ അത് ആ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് വെച്ചത് കർമൂസല്ല, പപ്പായ, നമ്മൾ കർമൂസ എന്ന് പറയും കേട്ടോ. അപ്പം പപ്പായ ഇവിടെ ഉണ്ടായ പപ്പായ ഉണ്ടായിരുന്നു, അതും കട്ട് ചെയ്ത്, കുറച്ച് മുന്തിരിയും ഉണ്ടായിരുന്നു. പിന്നെ എന്താ സ്നാക്സ്, പിന്നെ നമ്മൾ മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് ചിക്കൻ കറി വാപ്പാക്ക് പറ്റാത്തതുകൊണ്ട് കുറച്ച് മീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടേബിളിൽ വെച്ചു, ബാങ്ക് വിളിച്ചു, ഞങ്ങൾ നോമ്പ് തുറന്നു. അപ്പോൾ സ്നാക്സിൻ്റെ അവസ്ഥ അത് അങ്ങനെയാണ്, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൂട്ടത്തിൽ ഒരാൾ പുതുതായി വന്നിട്ടുണ്ട്, അനിയൻ വന്നിരുന്നു കേട്ടോ, 2 ദിവസം മുമ്പ് വന്നിട്ട് അതാണ്. അപ്പം അവനും ഉണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ. ഇന്നലെ മിഞ്ഞാന്നൊന്നുമില്ല, ഓൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നോമ്പ് തുറക്കലും അങ്ങനെയൊക്കെ അതിന് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.